വേനൽമഴ ശക്തി പ്രാപിക്കാതെ പോയതോടെ സംസ്ഥാനത്ത് പകൽ താപനില മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് കൊല്ലങ്കോടാണ്. 39.7 ഡിഗ്രി സെൽഷ്യസ്. തൊട്ടുപിന്നിലെ പത്തനംതിട്ട ജില്ല ഉണ്ട്. സംസ്ഥാനത്ത് ബുധൻ വ്യാഴാഴ്ച മുതൽ മഴ പ്രവചനമുണ്ട് എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും മുകളിലായി രൂപപ്പെട്ട ആൻറ്റി സൈക്ലോണും ഇതോടൊപ്പം കർണാടകയുടെ മുകളിൽ നീളുന്ന ന്യൂനമർദ്ദ പാത്തിയും മഴയ്ക്ക് കാരണമാകും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ മഴയെത്തുമെന്ന് നേരത്തെ പ്രവചനമുണ്ടായിരുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, മഴ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മലയാളി, സംശയമില്ല. മഴ ചൂടിനെ ഒന്ന് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പെയ്യുന്നില്ല. ബുധനാഴ്ച മുതലെങ്കിലും പ്രതീക്ഷിക്കാമോ മഴ? തീർച്ചയായും ഈ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വരുന്ന പുറപ്പെടുകൾ, അതായത് ഈ ഒരു നിർദ്ദേശങ്ങളടക്കം പലതും ഇപ്പോൾ ഇടിമിന്നലോട് കൂടിയുള്ള മഴ അടക്കം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ വേനൽ മഴ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചത്ര കേരളത്തിലേക്ക് എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, അതായത് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നു. പക്ഷേ അത് ചൂട് കുറക്കാൻ തക്ക രീതിയിലേക്ക് മഴ പെയ്തിട്ടില്ല എന്നതാണ് പ്രധാന വസ്തുത. അതുതന്നെയാണ് ഈ ചൂട് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണവും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ വലിയ രീതിയിലുള്ള ചൂട് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി വരെയും ഈ ഒരു സീസണിൽ ഏറ്റവും റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം കൊല്ലം പുനലൂരിലും ഇത്തവണ 39 ഡിഗ്രിയും 40 ഡിഗ്രി വരെയും ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയുടെ സാധ്യത ഇന്നും നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴ 28 മുതൽ 30-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയുള്ള ഒരു മഴയ്ക്കും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് മഴ ഈ ഒരു ചൂടിന് ആശ്വാസമായി വരുമെന്നതും ഏതൊക്കെ ഭാഗങ്ങളിൽ കൃത്യമായ മഴ എത്തുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. കാരണം ഇതിനു മുൻപുള്ള ഈ ഒരു നിർദ്ദേശങ്ങളിലടക്കം ചില ദിവസങ്ങളിൽ മഴ പെയ്യാതെയും പോയിട്ടുണ്ട്. എന്തിനായാലും ചൂട് വർദ്ധിച്ചു തന്നെ നിൽക്കും. കനത്ത ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒപ്പം ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു സൂര്യാഘാതമേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂര്യാഘാതമേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുണ്ട്. ഒപ്പം ഇഴജന്തുക്കളുടെ ശല്യം, പാമ്പ് കടിയേൽക്കുന്നതും വലിയ രീതിയിൽ, അതായത് ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും പകൽ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ഇപ്പോൾ നിർദ്ദേശമുണ്ട്. കാരണം സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അത് മറ്റ് ത്വക്ക് രോഗങ്ങളിലേക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പിന്നീട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ഥിരമായി പുറം ജോലികൾ ചെയ്യുന്നവർ അടക്കം ഇക്കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ ചെലുത്തണമെന്നാണ് അറിയിക്കുന്നത്. എന്തുതന്നെയായാലും മെയ് ആദ്യവാരം വരെ ഈ ഒരു മഴ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒറ്റപ്പെട്ട മഴയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടില്ല. അതിനുശേഷം ചെറിയ രീതിയിൽ വേനൽ മഴ കാര്യമായ രീതിയിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എൽനിനോ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നതുകൊണ്ട് മൺസൂണും ഇത്തവണ വൈകാനും അതിൻ്റെ ശക്തി കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിലേക്ക് അടക്കം ഈ ഒരു ചൂട് നീണ്ടു പോകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് ചെറിയൊരു മഴയ്ക്കുള്ളൊരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും മഴ പ്രതീക്ഷിക്കുന്നു. ഇന്നു മുതൽ അതിനുള്ള കാത്തിരിപ്പിലാണ് മലയാളി. ബുധനാഴ്ച മുതൽ കാര്യമായ മഴ മിക്ക ജില്ലകളിലും ലഭിക്കും. യെല്ലോ അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില ജില്ലകളിൽ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൊല്ലം ജില്ലയിൽ ചൂട് കണക്കുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം വന്നു. ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 39.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യാതാപം മൂലം 4 പേർ ഇന്നലെ മാത്രം ചികിത്സ തേടി എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ക്ഷീണം മൂലം ഒരാൾ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലവും ജില്ലയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.